Questions from American Literature DSC paper 4th സെമസ്റ്ററിലെ മൊഡ്യൂൾ 2-ലുള്ള അമേരിക്കൻ പോയട്രിയാണ് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. അമേരിക്കൻ പോയട്രിയിലെ വോൾട്ട് വിച്ച്മാൻ്റെ പോം നമുക്ക് നോക്കാം. ഫോർ യു ഓ ഡെമോക്രസി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോൾട്ട് വിച്ച്മാൻ ആരാന്ന് അറിയണം. വോൾട്ട് വിച്ച്മാൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഫ്രീ വേർഡ്സ് എന്നാണ്. എന്ന് വെച്ചാൽ വളരെ ഫ്രീ ആയിട്ടുള്ള വിത്തൗട്ട് എനി റൈം അല്ലെങ്കിൽ റിതം ഓർ മീറ്റർ എഴുതുന്ന ഒരു ഫ്രീ സ്റ്റൈൽ റൈറ്ററാണ് ആരെന്ന് പറയുന്നത് വോൾട്ട് വിച്ച്മാൻ. അപ്പോൾ ഫാദർ ഓഫ് ഫ്രീ വേർഡ്സ് VERSE എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ലീവ്സ് ഓഫ് ഗ്രാസ് ആണ്. അപ്പോൾ ഈ ഫോർ യു ഓ ഡെമോക്രസി എന്നുള്ള ഈ ഒരു പോം അപ്പിയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലീവ്സ് ഓഫ് ഗ്രാസ് എന്നുള്ള ഫേമസ് വർക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഡെമോക്രസി, ഈക്വാളിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ഹ്യൂമൻ യൂണിറ്റി, ഇതിനൊക്കെയാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ പോയിട്രി എന്ന് പറയുന്നത് റിയൽ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. കോമൺ പീപ്പിളിൻ്റെ ഇമോഷൻസ്, കോമൺ പീപ്പിളിൻ്റെ ലൈഫ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം കവിത എഴുതാൻ റൈറ്റേഴ്സ് എന്നുള്ളൊരു ബിലീഫുള്ള മനുഷ്യനാണ് വോൾട്ട് വിച്ച്മാൻ. ആൻഡ് ഓൾസോ ഒരു സ്ട്രിക്റ്റ് റൈമോ മീറ്ററോ കവിത എഴുതുമ്പോൾ ഇദ്ദേഹം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഫ്രീ വേർഡ്സ് എന്ന് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രദർഹുഡിനെ കുറിച്ച്, നേച്ചറിനെ കുറിച്ച്, നാഷണലിസത്തിനെ കുറിച്ച്, അമേരിക്കൻ ഐഡൻറ്റിറ്റിയുടെ സ്പിരിറ്റ്, അമേരിക്കൻ റൈറ്റർ ആണല്ലോ, അപ്പോൾ അമേരിക്കൻ ഐഡൻറ്റിറ്റിയുടെ സ്പിരിറ്റ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പോംസിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ളത് ഫോർ യു ഓർ ഡെമോക്രസി. ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് വി നോ ദാറ്റ് ഡെമോക്രസിക്ക് വേണ്ടി അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പോവമാണിത്. അപ്പോൾ വളരെ പേട്രിയോട്ടിക് ആയിട്ടുള്ളൊരു പോവമാണ്. വോൾട്ട് വിച്ച്മാനിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സൊസൈറ്റി എങ്ങനെയായിരിക്കണം എന്ന് ഉദ്ദേശിച്ച് എഴുതിയ ഒരു പോവമാണ് എന്തെന്ന് പറയുന്നത് ഫോർ യു ഓ ഡെമോക്രസി എന്ന് പറയുന്നത്. സോ ഒരു നേഷനെ യുണൈറ്റ് ചെയ്യുന്നത് നിയമങ്ങൾ മാത്രമല്ല, ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ് എമംഗ് ദ സിറ്റിസൺസ് കൂടിയാണ് ഒരു നേഷനെ പിടിച്ച് ഉയർത്തി നിർത്തുന്നത്. അപ്പോൾ ഡെമോക്രസിയെ ഇവിടെ ഒരു സ്ത്രീ ആയിട്ടാണ് പേഴ്സോണിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് ഡെമോക്രസിയെ ഒരു വുമണായിട്ട് പേഴ്സോണിഫൈ ചെയ്യുന്നു. അപ്പോൾ സിറ്റിസൺസും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിനാണ് ഈ പോം എംഫസൈസ് ചെയ്യുന്നത്. സിറ്റിസൺസ് തമ്മിലുള്ളൊരു ഇമോഷണൽ ബോണ്ടാണ് ഒരു കൺട്രിയാക്കി മാറ്റുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 4 ലൈൻസിൻ്റെ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോയറ്റ് ഇൻവൈറ്റ് ചെയ്യാണ് ഡെമോക്രസി ഒരു സ്ത്രീ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡെമോക്രസി എന്നുള്ള ഒരു തോട്ടിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീ ആയിട്ട് പറഞ്ഞേക്കുവാണ്. അപ്പം പറയുവാണ് അദ്ദേഹം എന്താണ്, പോയിറ്റ് ഇൻവൈറ്റ് ചെയ്യാണ് ഡെമോക്രസിയെ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്ന് വിറ്റ്നസ് ചെയ്യാൻ. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിഷനുണ്ട് ടുവേർഡ്സ് അമേരിക്ക ആസ് എ നേഷൻ. അപ്പോൾ ആ ഒരു അമേരിക്കയെക്കുറിച്ചുള്ള സ്വപ്നത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുവാണ്. സ്വപ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് വിഷൻ അമേരിക്കയെക്കുറിച്ചുള്ള, അതിനെക്കുറിച്ച് ഇദ്ദേഹം ഡെമോക്രസിയെ വിളിക്കുവാണ്. അതൊന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്, അല്ലെങ്കിൽ അതൊന്ന് കാണിക്കാൻ വേണ്ടി വിളിക്കുവാണ്. പിന്നെ അപ്പോൾ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടിനെൻറ്റ്, അതായത് അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഒരു അൺബ്രേക്കബിൾ യൂണിറ്റി ആയിരിക്കണം. അതിനെ ഡിസൊല്യൂബിൾ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബ്രേക്കബിൾ ആയിരിക്കണം ഈ ഒരു രാജ്യം. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം ഓഫ് എ നേഷൻ എന്താണ്, ഒരിക്കലും ഒരു നേഷനെ നമുക്ക്, അതായത് ഈ ഒരു നേഷനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കരുത്. ആ ഒരു നേഷനാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. അതായത് അങ്ങനൊരു നേഷനാണ് അമേരിക്ക എന്നൊരു നേഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എനിത്തിങ്. അതിനെ ബ്രേക്ക് ചെയ്യരുത് ആരും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. പിന്നെ ഇനി അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രിയിൽ ഗ്രേറ്റ് ആൻഡ് നോബിൾ പീപ്പിൾ വേണം ജനിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വേണം ഉണ്ടാകാൻ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ കമ്മ്യൂണിറ്റി, ഈ ഒരു രാജ്യത്ത് ജനിക്കുന്ന ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഗ്രേറ്റും ആയിരിക്കണം, നോബിളും ആയിരിക്കണം. എന്നാൽ മാത്രമേ അമേരിക്കയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ പ്രൗഡ്ഫുള്ളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ലാൻഡ് എന്ന് പറയുന്നത് സ്പിരിച്വലി പവർഫുള്ളും ആയിരിക്കണം. അതായത് ഡിവൈൻ അല്ലെങ്കിൽ ഡിവൈൻ ലാൻഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഡിവൈൻ മാഗ്നറ്റിക് ലാൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിവൈൻ മാഗ്നറ്റിക് ലാൻഡ് എന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാഗ്നറ്റ്സിനെ പോലെ അട്രാക്ട് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആളുകൾ തമ്മിൽ ഒരു നല്ല രീതിയിലൊരു ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബോണ്ട് ഉണ്ടായിരിക്കണം. അമേരിക്കൻസ് തമ്മിൽ ഒരു നല്ല ബോണ്ട് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ലവ്. ഓക്കെ, ആൻഡ് പിന്നെ വീണ്ടും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, ലോയൽറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഈ ആളുകൾ തമ്മിൽ ഈക്വാളിറ്റിയും ബ്രദർഹുഡും ഉണ്ടായിരിക്കണം.
അതായത് സിറ്റിസൺസിൽ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു ലവ് ഉണ്ടായിരിക്കണം. അതാണ് ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്രണ്ട്ഷിപ്പ് ഡെൻസ് ഫോറസ്റ്റിനെ പോലെ വളരണം. അതായത് ഈ ആളുകൾ തമ്മിലുള്ള കമ്പാനിയൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഡെൻസ് ഫോറസ്റ്റ്, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിനെ പോലെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഈ യൂണിറ്റി എല്ലായിടത്തും വ്യാപിക്കുകയും അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിരിക്കുകയും വേണം. അപ്പോൾ ഇനി അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഷൻ വൈഡ് യൂണിറ്റി ഉണ്ടായിരിക്കണം. അമേരിക്കൻ പീപ്പിൾ ഫുള്ള് ഒരു നല്ല രീതിയിലുള്ളൊരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് ഉണ്ടായിരിക്കണം എന്ന് പറയുവാണ്. ദെൻ സിറ്റീസിനെ ഇനി അടുത്ത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ സിറ്റീസിനെയാണ്, നഗരങ്ങളെ അദ്ദേഹം പേഴ്സോണിഫൈ ചെയ്യുന്നത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നഗരങ്ങളെന്ന്. പീപ്പിൾ ഹഗ്ഗിങ് ഈച്ച് അതർ എന്നാണ് സിറ്റീസിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം. അതായത് കമ്മ്യൂണിറ്റീസ് തമ്മിൽ അല്ലെങ്കിൽ സിറ്റീസ് തമ്മിൽ പോലും ഇമോഷണൽ കണക്ഷൻ സ്ട്രോങ് ആയിട്ട് വേണം. എഗെയിൻ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബ്രദർഹുഡും സോളിഡാരിറ്റിയുടെ ആ ഒരു ഒറ്റക്കെട്ടായിട്ട് ആളുകൾ നിൽക്കണം എന്നാണ് പറയുന്നത്. ഒരു സ്ട്രോങ് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആരൊക്കെ തമ്മിൽ വേണം, ആളുകൾ തമ്മിൽ വേണം. നല്ലൊരു ബ്രദർഹുഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ഫോർ യു ദീസ് ഫ്രം മീ ഓ ഡെമോക്രസി ടു സെർവ് യു മാ ഫെമ്മെ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. മാ ഫെമ്മെ എന്ന് വെച്ചാൽ എന്താണ്, ഡെമോക്രസി ഒരു ബിലവഡ് വുമൺ ആയിട്ട് വിളിക്കുവാണ്, മൈ വൈഫ് എന്ന് വിളിക്കുവാണ്. അതായത് പോയറ്റും എന്ത് ചെയ്യുവാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹം എഴുതുന്ന കവിതകളിലൂടെ ഡെമോക്രസിയെ സെർവ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതുന്ന കവിതകൾ പോലും ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവയാണ്, ഡെഡിക്കേറ്റ് ചെയ്യുന്നവയാണ് എന്ന് പറയുവാണ്. ആൻഡ് ഫോർ യു ഐ ആം ട്രില്ലിങ് ദീസ് സോങ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ട്രില്ലിങ് എന്ന് വെച്ചാൽ എന്താണ്, നല്ല ജോയ്ഫുൾ ആയിട്ട് ഞാൻ പാടുകയാണ് എൻ്റെ കവിത. എന്തിനാണ് കവിത പാടുന്നത്, ഡെമോക്രസിക്കുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ ഈ കവിത എന്ന് പറയുന്നത്. ഇവിടെ ഡെമോക്രസി അഡ്രസ്സ് ചെയ്യുന്നത് മാ ഫെമ്മെ എന്നാണ്, MAFEMME എന്ന് വെച്ചാൽ എൻ്റെ വൈഫിനെ പോലെയാണ് ഡെമോക്രസി എനിക്ക്. ഞാൻ ഈ എൻ്റെ കവിതകൾ പോലും എൻ്റെ വർക്ക്സ് പോലും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഡെമോക്രസിയുടെ ആ ഒരു സക്സസ്സിന് വേണ്ടിയാണ്. സോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന തീംസ് നോക്കാം. ഡെമോക്രസിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രസി ഈക്വൽസ് ഇമോഷണൽ യൂണിറ്റി. അതായത് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് മാത്രമല്ല, ലവും ഫ്രണ്ട്ഷിപ്പും ഹ്യൂമൻ കണക്ഷനും ഉണ്ടായിരിക്കണം, ഒരു ബ്രദർഹുഡ് ഉണ്ടായിരിക്കണം, കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോംറേഡ്ഷിപ്പ് ഉണ്ടായിരിക്കണം, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യണം. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഒരു അമേരിക്ക എങ്ങനെയായിരിക്കണം, അൺബ്രേക്കബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഇൻഡിവിസിബിൾ ആയിരിക്കണം, ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കരുത്. അതിൻ്റെ അക്രോസ് റീജിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അതായത് പോയറ്റിന് വളരെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടൊരു വിഷനാണ് ഉള്ളത്, വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്, ലവും അഫെക്ഷനും ആണ് ഇദ്ദേഹം ഇവിടെ, പവറിനെക്കാട്ടിലും നിയമങ്ങളെക്കാട്ടിലും സ്ട്രോങ് ആണ് ലവ് ആൻഡ് അഫെക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ സിറ്റിസൺസ് ആയിരിക്കണം ഡെമോക്രസിയെ ഹോൾഡ് ചെയ്യുന്നത് ഒരുമിച്ച്. പിന്നെ പറയുന്നത് നേച്ചറിൻ്റെ ഇമേജ്, ട്രീ, റിവർ, ലാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും തമ്മിലും ഈവൻ നേച്ചർ ആണെങ്കിൽ പോലും ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഡെമോക്രാറ്റിക് ഐഡിയാസിനെയാണ് ഇദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെമോക്രസിയെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഒരു ഫാമിലി പോലെ കണക്റ്റഡ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്.